ഭാരത ജനത പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയെക്കുറിച്ച് ഓർത്ത് ഒട്ടും ഉത്കണ്ഠപ്പെടേണ്ട കാര്യമേ ഇല്ല. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം മാത്രമാണ് കുറച്ചത്. സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ഇതുവരെ ഉണ്ടായിട്ടേയില്ല. ഇന്ധന ഉപയോഗം കുറയ്ക്കാനായിട്ട് നരേന്ദ്രമോദിജി തൻ്റെ SPG കോൺവോയ് ഒന്ന് കുറച്ചതാണ്. സാധാരണയായി 15 മുതൽ 20 വാഹനങ്ങൾ ആ കോൺവോയിലുണ്ടാകും. ലീഡ് കാർ, പ്രധാനമന്ത്രിയുടെ കാർ ഒന്നോ രണ്ടോ എണ്ണം, ജാമർ വാഹനങ്ങൾ, SPG ടൈൽ, പിന്നെ SPG കമാൻഡോസിൻ്റെ ടാക്റ്റിക്കൽ വാഹനം, ആംബുലൻസ്, അങ്ങനെ ഡീക്കോയ്, അങ്ങനെ വാഹനങ്ങൾ. അതിലൊക്കെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇനി കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ 1999 ഫെബ്രുവരി 19 സദാ ഈ സർഹദ് എന്ന ചരിത്രപരമായ ആ ബസ് യാത്ര. അന്ന് അടൽജിയും വഹിച്ചുകൊണ്ട് റോഡിലൂടെ ബസ്സിൽ പോകുന്നത് പലരും ടെലിവിഷനിൽ കണ്ടു കാണും. രണ്ട് വശത്തും നിറയെ മരങ്ങൾ. റോഡിലൂടെ അങ്ങനെ ആ ബസ് കടന്നു പോകുകയാണ്. സുരക്ഷാ വാഹനങ്ങളൊന്നും ദൃശ്യങ്ങളിൽ കാണുന്നില്ല. അങ്ങനെ പലർക്കും ആശങ്കയായി. കാരണം വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും മുൻ പ്രധാനമന്ത്രിയും ഭീകരാക്രമണത്തിലൊക്കെ കൊല്ലപ്പെട്ടത്. റോഡിൻ്റെ ഇരുവശത്തുമായി മരങ്ങളുണ്ടായിരുന്നില്ലേ? അതിൻ്റെ വശങ്ങളിലെല്ലാം SLRും കാർബൈൻ തോക്കുകളും LNGയും ഒക്കെ ഏന്തിയ പട്ടാളക്കാർ സുരക്ഷ ഒരുക്കിയിരുന്നു. അടൽജി എന്ന പ്രധാനമന്ത്രി വരുന്ന സ്ഥലം നോ മൂവ്മെൻറ്റ് സോണായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ മുന്നറിയിപ്പും കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കുബുദ്ധി കാട്ടിയാൽ അപ്പോൾ തന്നെ വിവരവും അറിയും. അതായിരുന്നു ഇന്ത്യയുടെ കമാൻഡോസ്. അത് തന്നെയാണ് SPG ആക്ട് പ്രകാരം പ്രൊട്ടക്ഷന് എവിടെ പോയാലും SPGക്ക് VVIPയെ പിന്തുടരാതെ ഇരിക്കാൻ അനുവാദമേ ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യത്തിലും ഇതേ കർശന നിയമമാണ്. വാഹനവ്യൂഹം ചെറുതായി തോന്നിയാലും അൺമാർക്ഡ് കാറുകളിൽ CIT കമാൻഡോകൾ, ഡ്രോൺ സ്നൈപ്പർ ടീം ഒക്കെ ഒരു കവചം തീർത്തിരിക്കും. ഭീഷണി തോന്നിയാൽ SPGക്ക് ആരോടും ചോദിക്കാതെ ഷൂട്ട് അറ്റ് സൈറ്റ് അധികാരമുണ്ട്. പക്ഷേ അതവർ ഉപയോഗിക്കില്ല. അതുകൊണ്ട് പേടി വേണ്ട. സിനിമയിലെ SPG ഹീറോയാണെങ്കിൽ യഥാർത്ഥ SPG സൂപ്പർ ഹീറോയാണ്. ആശങ്കപ്പെടുന്നതിൻ്റെയൊക്കെ പ്രധാന കാരണം മുൻ ഇൻ്റലിജൻസ് മേധാവി സമന്ത് ഗോയൽ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ചുരുക്കുന്നത് വലിയ അപകടകരമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. അതിലും കാര്യമുണ്ട്. ചെറിയ കോൺവോയ് ലക്ഷ്യം തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ്. സ്നൈപ്പർ, ഡ്രോൺ പോലുള്ള ആധുനിക ഭീഷണികൾക്ക് ബഹുതല സുരക്ഷ തന്നെ ഒരുക്കണം. പഴുതടച്ച സുരക്ഷ. നമ്മുടെ പ്രധാനമന്ത്രി മോദിജി പഴുതടച്ച സുരക്ഷാ വലയത്തിലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. SPG ആണ് സ്വാഭാവികമായും മോദിക്ക് ലോകം അസൂയപ്പെടുന്ന സുരക്ഷാ കവചം ഒരുക്കുന്നത്. 1984 സ്ഥാപിതമായതാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന SPG. 3000-ലധികം അതിവിദഗ്ധരായ കമാൻഡോകൾ, 24 മണിക്കൂറും വർഷം മുഴുവനും ഒരു നിമിഷം പോലും കണ്ണെടുക്കാതെ ഓരോ SPG ഉദ്യോഗസ്ഥനും. അമേരിക്കൻ സീക്രട്ട് സർവീസിനെ വെല്ലുവിളിക്കുന്ന പരിശീലനം, ചട്ടക്കൂട്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ, മോട്ടോർക്കേഡുകളിൽ, പ്രോട്ടോക്കോളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വലിയ വാഹന വ്യൂഹം ശത്രുക്കൾക്ക് ചിലയിടങ്ങളിൽ ലക്ഷ്യം സാധ്യമാക്കാൻ എളുപ്പമാക്കും. അതുകൊണ്ട് തന്നെ ലോ പ്രൊഫൈൽ മൂവ്മെൻറ്റ് ആവശ്യത്തിന് അതിന് മാത്രം ചിലയിടത്ത് വാഹനം ഉപയോഗിക്കും. പിന്നെ ഡ്രോൺ, സ്നൈപ്പർ ടീം, ജാമർ വാഹനം, CIT കമാൻഡോസ്, അൺമാർക്ഡ് കാറുകൾ, ഇതൊക്കെ പൊതുജനം പ്രതീക്ഷിക്കാത്ത, കാണാത്ത സുരക്ഷ ഒരുക്കുന്ന സംവിധാനങ്ങളാണ്. അടുത്തത് ആകാശ സുരക്ഷ, എയർ കവർ. എല്ലാ യാത്രയിലും 3-4 മിനിറ്റിനുള്ളിൽ ഹെലികോപ്റ്റർ എത്താൻ പാകത്തിന് ഹെലിപ്പാഡുകൾ റെഡിയാക്കിയിരിക്കും. ഇന്ദിരാജിയെയും രാജീവ്ജിയെയും നഷ്ടമായ ആ വേദനയിൽ നിന്നും ഇന്ത്യ പഠിച്ച പാഠം അതാണ്. എയർലിഫ്റ്റിംഗ് അത് ഒരു പ്രത്യേക കലയാണ് SPGക്ക്. SPG ഉദ്യോഗസ്ഥർക്ക് ഓരോ 3 മാസവും IBയുടെയും റോയുടെയും ക്ലിയറൻസ് വേണം. അവരുടെ കുടുംബം ഉൾപ്പെടെ പശ്ചാത്തലം പരിശോധിച്ചു കൊണ്ടേയിരിക്കും. ബയോമെട്രിക് വെപ്പൺസ്. നരേന്ദ്രമോദിയുടെ അടുത്തുള്ള ഓരോ തോക്കും SPGയുടെ വിരലടയാളമില്ലാതെ പ്രവർത്തിക്കില്ല. റൊട്ടേഷൻ ഡ്യൂട്ടിയിൽ ഒരേ ഗാർഡ് തുടർച്ചയായി പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കില്ല. ഒരു സെക്കൻഡ് പോലും പഴുതില്ലാത്ത 3 ടയർ സുരക്ഷയാണ് പ്രധാനമന്ത്രിക്ക് ഇന്നും SPG ഒരുക്കിയിരിക്കുന്നത്. ഇന്നർ വിങ്ങിലെ SPG കമാൻഡോകൾ ശരീരം വച്ച് വെടിയുണ്ടെടുക്കാൻ പരിശീലനം സിദ്ധിച്ച പ്രത്യേക കമാൻഡോസാണ്.
മിഡിൽ റിങ്ങിൽ NSG ബ്ലാക്ക് ആറ്റ് കമാൻഡേഴ്സ് ഉണ്ടാകും. ഔട്ടർ റിങ്ങിലാണ് സ്റ്റേറ്റ് പോലീസ്, പിന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളായ CRPF, സ്നൈപ്പേഴ്സ്, പിന്നെ ഡോഗ് സ്ക്വാഡ്. ഓർക്കുക, പ്രധാനമന്ത്രിയുടെ ഒരു യാത്രയ്ക്ക് 10 ദിവസം മുമ്പേ അഡ്വാൻസ് സെക്യൂരിറ്റി ടീം ആ സ്ഥലം മുഴുവൻ അരിച്ചു പെറുക്കും. ഒരു പൂച്ച കടന്നുപോയാൽ പോലും അവരത് അറിഞ്ഞിരിക്കും. പ്രധാനമന്ത്രിമാർക്ക് ഭീഷണിയുണ്ടോ? ഉണ്ട്. പക്ഷേ ലോകത്തെ ഏത് രാജ്യത്തിൻ്റെയും തലവൻ ഹിറ്റ് ലിസ്റ്റിലുണ്ടാകുമെന്നത് സ്വാഭാവികം. അതുകൊണ്ടാണ് IB, RAW, NIA എല്ലാം ചേർന്ന് 24 മണിക്കൂറും ആ ഭീഷണികളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. ചെറിയൊരു സംശയമുണ്ടെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ റൂട്ട് മാറ്റം, പരിപാടി ക്യാൻസൽ ചെയ്യാനും ഒരു വിഷമവുമില്ല. ഒരു റിസ്ക്കും സുരക്ഷാ ഏജൻസികൾ ഏറ്റെടുക്കില്ല. നരേന്ദ്രമോദിയുടെ സുരക്ഷയ്ക്കായി സാറ്റലൈറ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട. SPGയുടെ മോട്ടോ തന്നെ സീറോ എറർ, സീറോ കോംപ്രമൈസ് എന്നാണ്. അതിന് സാറ്റലൈറ്റ് മസ്റ്റാണ്. നരേന്ദ്രമോദിജി റോഡിലൂടെ പോകുമ്പോൾ ആകാശത്ത് നിന്നും ദൈവത്തിൻ്റെ കണ്ണുപോലെ സാറ്റലൈറ്റ് നോക്കിക്കൊണ്ടേയിരിക്കും. വാഹന വ്യൂഹം കുറച്ചാലും ആ കണ്ണ് കുറയില്ലെന്നത് ഇപ്പോൾ മനസ്സിലായില്ലേ? റിയൽ ടൈം നിരീക്ഷണമാണ്. മോദിജി യാത്ര ചെയ്യുമ്പോൾ ISROയുടെ കാർട്ടോസാറ്റ്, ഇൻസാറ്റ് സാറ്റലൈറ്റുകൾ ആ റൂട്ട് മുഴുവൻ ലൈവായി സ്കാൻ ചെയ്യും. ആ നിരത്തിൽ ഒരു അസാധാരണ നീക്കം, ആൾക്കൂട്ടം, വാഹനം എല്ലാം SPG കൺട്രോൾ റൂമിലിരുന്ന് എല്ലാം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷൻ NTRO മുഴുവൻ സമയവും സാറ്റലൈറ്റ് വഴി പ്രധാനമന്ത്രി ലൊക്കേഷൻ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. നേരത്തെ വിദേശ സാറ്റലൈറ്റുകളും ഇന്ത്യ വാടകയ്ക്കെടുത്തിരുന്നു. എങ്കിലും ഇപ്പോൾ അമേരിക്കയുടെ കയ്യിൽ പോലുമില്ലാത്ത ഒരു ഉഗ്രൻ സാറ്റലൈറ്റാണ് ഇന്ത്യക്കുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയതും ഈ ഇന്ത്യൻ സാറ്റലൈറ്റിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. പ്രധാനമന്ത്രിയും ഉള്ള മുഴുവൻ ഇടവും സാറ്റലൈറ്റ് വഴി ജിയോ ഫെൻസിങ്ങിന് കീഴിലാക്കും. ഒരു വിർച്വൽ വേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ ഇടും. സംശയാസ്പദമായ ഏത് നീക്കവും അങ്ങനെ അവരുടെ നിരീക്ഷണത്തിനുള്ളിൽ വരും. പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ അമേരിക്കയുടെ KH-11, ഇന്ത്യയുടെ MESAT പോലുള്ള സ്പൈസ് സാറ്റലൈറ്റുകൾ അത് കൃത്യമായ സുരക്ഷാ പരിരക്ഷ നൽകും. ആകാശത്തു നിന്നുള്ള ഡ്രോൺ, മിസൈൽ ആക്രമണ ഭീഷണി തടയാൻ സാറ്റലൈറ്റുകളുടെയും റഡാറുകളുടെയും ആൻറ്റി ഡ്രോൺ സിസ്റ്റവും ഒക്കെ സംയോജിപ്പിച്ചുള്ള ഒരു ഓപ്പറേഷനാകും അവിടെ നടക്കുക. എല്ലാം അണ്ടർ കവർ ഓപ്പറേഷൻ. പിന്നെ എന്തിനാണ് ഭാരതീയർ പേടിക്കണമെന്നാണ് ചോദ്യം. SPG എന്തിന് പേടിക്കണം? നരേന്ദ്രമോദിയുടെ സുരക്ഷ SPGയുടെ കൈകളിൽ സുരക്ഷിതമാണ്. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സുരക്ഷയ്ക്ക് SPG അങ്ങനെ ഒരുക്കുന്നത് പഴുതടച്ച സുരക്ഷയ്ക്കും അപ്പുറമാണ്.